ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്നത്തെ സ്പെഷ്യൽ ഒരു തക്കാളിക്കറിയുടെ ഒരു റെസിപ്പിയാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കിഡിലൻ കറിയാണിത്. അതിനായിട്ട് 2-3 നമുക്ക് തക്കാളി എടുത്ത് സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ നമുക്ക് ചേർക്കാവുന്ന അടുത്ത ഇൻഗ്രീഡിയൻസ് ഒരു 1/4 ടീസ്പൂൺ ഷുഗറാണ് ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് ഇടാം. 2-3 പച്ചമുളക് കീറിയതും, 1.5 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തതും, കറിവേപ്പില. പിന്നെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു വിനെഗർ, നാച്ചുറൽ വിനെഗർ എടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും ഇതിന്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് വിനെഗർ. പിന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ 1-2 ടീസ്പൂൺ ചേർക്കാം. എന്നിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലെ ഞെരടി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങ അരച്ചതോ അല്ലെങ്കിൽ തേങ്ങാപ്പാലാണ്. ഞാനിവിടെ തേങ്ങ അരച്ചതാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് കട്ടിയുള്ളൊരു പാൻ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുക. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിൽ ഓയിൽ ചേർക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് 1 ടീസ്പൂൺ കടുക് ഇടുക. നമ്മൾ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം പെരുംജീരകം 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ നമുക്ക് നല്ല ജീരകം ചേർക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതാണ്. പിന്നെ ചേർക്കുന്നത് 2-3 വറ്റൽമുളക്. എന്നിട്ട് നമുക്ക് ഈ മിക്സാക്കി വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് മാറരുത്, കാരണം നമ്മുടെ ഈ തക്കാളി കരിഞ്ഞു പോയാലും ടേസ്റ്റ് വ്യത്യാസമാവും. അപ്പോൾ അതുപോലെ നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ പെട്ടെന്ന് തക്കാളി വെന്ത് കിട്ടും. തക്കാളി നന്നായി ഉടഞ്ഞ് വെന്താലാണ് ഈ കറിക്ക് രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ മൂടി വെച്ച് 1 or 2 മിനിറ്റ്സ് നമുക്കിതുപോലെ വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം, അടി പിടിക്കാതെ നോക്കണം. അപ്പോൾ ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഇളക്കി കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം മാത്രമാണ് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചത് നമുക്ക് ചേർക്കാൻ പാടുള്ളൂ. നല്ല കട്ടി തേങ്ങാപ്പാലാണെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് കൂടും. പിന്നെ നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർക്കണില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് ബട്ടർ ഞാൻ 2-3 വട്ടം ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ നന്നായി വെന്തു തക്കാളി. അപ്പോൾ നമുക്ക് ഈ തേങ്ങ അരച്ചത് നമുക്കിതിലേക്ക് അങ്ങോട്ട് ചേർക്കാം. നന്നായിട്ട് തന്നെ തള വന്നോട്ടെ, കുഴപ്പമില്ല. ഇതുപോലെ നമ്മൾ പാത്രം ചുറ്റിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് നന്നായിട്ട് തള വരുമ്പോൾ ഇതൊന്ന് മൂടി വയ്ക്കുക. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളച്ച് മിക്സ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഷുഗർ ഇത്തിരി കൂടി ചേർക്കണമെങ്കിലോ നമുക്ക് ചേർക്കാം. ഷുഗർ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഡേറ്റ്സ് 1-2 നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ബട്ടർ അവസാനം ഒന്ന് ഭംഗിക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ രുചിയുള്ളൊരു പെട്ടെന്ന് കിടിലൻ തക്കാളിക്കറി നമുക്ക് കഴിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെടുത്തോ, ഉണ്ടാക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് രുചിയുള്ള സ്വാദുള്ള ഒരു കിടിലൻ തക്കാളിക്കറി ബാച്ചിലേഴ്സ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാനാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.